ഹായ് ഓൾ, മലയാളി ബ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ചുമ്മാ വെളിയിലൊക്കെ ഒന്ന് നടക്കാമെന്ന് കേട്ടോ. നടക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പം ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ചൊരു വ്ളോഗൊന്നുമില്ല. ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം. അപ്പം എല്ലാവരും വായോ. നമ്മൾ കാണുന്ന പോലല്ല, ക്ലൈമറ്റിന് നല്ല വ്യത്യാസമുണ്ട്. രാവിലെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച് തണുപ്പായിരിക്കുന്നു, പക്ഷെ വെളിയിറങ്ങിയപ്പോഴാണ് മനസ്സിലായി നല്ല ചൂടുണ്ട് കേട്ടോ. ചൂട് തുടങ്ങിയിട്ടുണ്ട്, നല്ല ചൂടല്ല, ചൂട് തുടങ്ങിയിട്ടുണ്ട്. റമദാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഈ വില്ലയൊക്കെ ദേ ഇങ്ങനെ ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വില്ലകൾ മാത്രമല്ല, നമ്മൾ ലെഫ്റ്റിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ബിൽഡിങ്ങിൽ ചില റൂംസിലൊക്കെ ഇങ്ങനെ കണ്ടോ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അത് റമദാൻ ആയതുകൊണ്ട് അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതാട്ടോ. വെളിയിൽ ഇങ്ങനെ വില്ലകളെല്ലാം ചിലപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കും. റോഡുകളെല്ലാം ഡെക്കറേറ്റ് ചെയ്യും. അത് നമുക്ക് കാണാമേ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പം ഒരു ഇലക്ട്രിക് ബസ് കണ്ടു. നമ്മുടെ അബുദാബിയിൽ ഇപ്പം ഇലക്ട്രിക് ബസ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പം ഇലക്ട്രിക് ബസ്സും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇലക്ട്രിക് ബസ്സാണ് നിങ്ങളീ കാണാൻ പോകുന്നത് കേട്ടോ. ഇതാണ്, ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പം കാണുന്നത്. പച്ച കളറിലാണ് കണ്ടോ, പച്ച കളറായ ബസ്സിന് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. ഫൈനലി മദീന സയ്യിദിന്റെ ഷോപ്പിംഗ് സെന്ററിന്റെ ഫ്രണ്ടിൽ വന്നു. അപ്പം നമുക്ക് അവിടെ കയറാന്ന് വിചാരിച്ചു. എല്ലാരും വായോ. മദീന സയ്യിദ് എക്സിബിഷൻ നടക്കും ഇപ്പൊ കേട്ടോ. മദീന സയ്യിദ് എക്സിബിഷൻ നടക്കും, അതിന്റെ സ്റ്റോളുകള് നമുക്ക് ഓരോന്ന് കയറി കയറി കണ്ടാലോ. അങ്ങനെ ആസ് യൂഷ്വൽ നടന്ന് എൻ്റെ ലാസ്റ്റ് പരിപാടിയുടെ ഫുഡ് കഴിപ്പെന്നുള്ളത്. കാര്യം എനിക്ക് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാതിരുന്ന ഭയങ്കര ഒരു സങ്കടമാണ്. എല്ലാ ദിവസമൊന്നും ഇല്ല, നമ്മൾ വീക്കെൻഡിൽ മാത്രം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. നടന്ന് നമ്മൾ മദീന സയ്യിദിലെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ KFC കണ്ടു. ഓഫ് കോഴ്സ് നമുക്ക് വിശന്നു തുടങ്ങി. അപ്പോൾ പിന്നെ എന്നാൽ ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പം KFCയിൽ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫുഡ് വന്നിട്ട് ഇനിയിപ്പോൾ കാണാമേ.
KFC ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി ചുമ്മാ ഇവിടെയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ബൂബി ടീ. നമ്മൾ 7 ബൂബി ടീ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കൊരു സ്റ്റിക്കർ കണക്കത്തെ ഒരു സാധനം തരും. നമ്മളത് 8ാമത്തെ പ്രാവശ്യം അവർക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബൂബി ടീ ഫ്രീ കിട്ടും കേട്ടോ. അപ്പം നിങ്ങളാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക്. കുറേ അടുത്ത് ബൂബി ടീ ഉണ്ട്. അപ്പം നിങ്ങൾ ആ ഷോപ്പിൽ 7 വട്ടം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കുടിച്ചതിൻ്റെ അത് കളക്ട് ചെയ്ത് വെച്ച് 8ാമത്തെ പ്രാവശ്യം കൊടുക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ നടന്ന് മദനസൈരി വന്നു, കുറേ ഷോപ്പുകളിലൊക്കെ കയറി. മെയിനായിട്ടുള്ള കാര്യം നടന്നു, അത് ഫുഡ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.